രോഹിതേട്ടാ, കഴിഞ്ഞ കുറച്ച് നാളുകൾ മുൻപാണ് തേവലക്കര സ്കൂളിൽ ഒരു ദൗർഭാഗ്യകരമായ മരണമുണ്ടായത്. മിഥുൻ എന്ന കുഞ്ഞ് മരിച്ച ആ കുഞ്ഞിനിപ്പോൾ വീട് നൽകാൻ താക്കോൽദാന ചടങ്ങിനായി വി ശിവൻകുട്ടി എത്തുന്നു. അദ്ദേഹം ആ ചടങ്ങിൽ നടത്തിയ ഒരു പരാമർശമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത്, വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ച് കടന്നു കളയുന്നവരുടെ നാട് കൂടിയാണിത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. പേര് പരാമർശിച്ചിട്ടില്ല, എങ്കിലും പരോക്ഷമായി ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും കേരളത്തിൽ ഇങ്ങനെ വീട് വെച്ച് നൽകാമെന്ന് പറ്റിച്ചു പോകുന്നവരുണ്ടോ? ഉണ്ട്. 700 കോടി പിരിച്ചിട്ടും വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഇതുവരെ വീട് കൊടുത്തിട്ടുണ്ടോ? പണി നടക്കുന്നുണ്ടോ അവിടെ ഇവിടെയൊക്കെ? കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലല്ലോ. DYFI എത്രയോ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? വീട് കൊടുത്താ? ഇല്ല. അവരെന്താ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു. അപ്പൊ അവരെയായിരിക്കും CPM-നെയും 700 കോടി പിരിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച പിണറായി വിജയനെയും ഈ ആക്രി വറക്കിയും ബിരിയാണി വിറ്റും ഒക്കെ ചലഞ്ചുകളൊക്കെ നടത്തി പൈസ ഉണ്ടാക്കിയ DYFI-യും ഈ CPM-ന്റെ മുതിർന്ന നേതാവായ വി ശിവൻകുട്ടി ഇങ്ങനെ അങ്ങ് കടന്നാക്രമിക്കാൻ നിന്നാൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഇനി നിങ്ങൾ കോൺഗ്രസിനെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ കോൺഗ്രസ് വയനാട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളിൽ, കർണാടക സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളുടെ ഫണ്ട് കൈമാറ്റം കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ചേർന്ന് നിർമ്മിക്കുന്ന വീടുകൾക്ക് വേണ്ടിയുള്ള സ്ഥലം അവർ വാങ്ങിക്കഴിഞ്ഞു. ഒരു വീട് വെച്ച് കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സ്ഥലം വാങ്ങാമെന്നും പറഞ്ഞിട്ടില്ല. സർക്കാർ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ വീട് വെച്ചിരുന്നേനെയായിരുന്നു. ഇനി സർക്കാർ സ്ഥലം കൊടുക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയോടുകൂടി അവർ സ്ഥലവും വാങ്ങി. ഇവർ പറയുന്നത് ആനക്കാടാണെന്ന്. ആന കയറാത്ത മേഖലയൊന്നും ആ ഭാഗങ്ങളിൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതവിടെ നിൽക്കട്ടെ. ഇനി ഈ വേദിയിലേക്കൊന്ന് മടങ്ങി വരണം കേട്ടോ. നിങ്ങൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? VD സതീശനെയാണോ? VD സതീശനെയാണോ ശിവൻകുട്ടി ലക്ഷ്യം വെക്കുന്നത് വീട് വെച്ച് കൊടുക്കാത്ത കാര്യത്തിൽ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവർ തമ്മിൽ ഒരു തുറന്ന പോരുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പത്രമാകാം. ഞാൻ ചോദിക്കുന്നതല്ല, പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാട് മുഴുവൻ ഒരു പ്രളയത്തിൽ മുങ്ങി അല്ലെങ്കിൽ മുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അറിയാമല്ലോ മണിയാശാന്റെ നിലപാടുകളെ പറ്റി. ഇവിടുത്തെ കായലും കടലും പുഴയും തോടും ഒക്കെ ഈ ഡാമിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളവും മഴവെള്ളവും ചേർന്നിട്ട് പൊങ്ങി ഒഴുകി. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിൻ്റെ ഭൂമി താഴ്ന്ന മേഖലകളിലൊക്കെ വലിയ തരത്തിൽ ഇതിനെ ബാധിച്ചു. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. ഒരിക്കലും തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്രയും വെള്ളം കയറുമെന്ന് ആരും വിചാരിച്ചില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ആലുവയിൽ താഴത്തെ കടയിൽ, നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴത്തെ കടയിൽ പോയി നോക്കിയാൽ അതിന്റെ ഷട്ടറിൽ ഒരു ബൾജിങ് ഉണ്ടാകത്തേക്ക് ഇപ്പോൾ ഒരു മാറ്റം തോന്നുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വെള്ളം വന്ന സമയത്ത് വെള്ളം കുത്തി കയറിയപ്പോൾ ഷട്ടർ ബൾജായതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര പൊക്കം വരെ വെള്ളം ഉണ്ടായിരുന്നു? രോഹിത് പേടിക്കണ്ട, നിങ്ങൾ മുകളിലെ തലയിൽ ഇരിക്കുന്നില്ല, അവിടെ കയറില്ല, പക്ഷെ താഴത്തെ നില നിറഞ്ഞ് വെള്ളം ഒന്ന് ഒഴുകി എന്ന് പറഞ്ഞു. അത്രയും ഭീകരമായി വെള്ളം കുത്തി ഒഴുകി ഈ നാട് മുഴുവൻ. അങ്ങനെ അത് പറവൂരിനെയും ബാധിച്ചു. പറവൂരിൻ്റെ മുക്കിലും മൂലയിലും പല വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു, വെള്ളത്താൽ മൂടപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾ, കന്നുകാലികൾ, ഉപജീവന മാർഗങ്ങളായ തയ്യൽ മിഷനുകളൊക്കെ ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ചു കൊണ്ടുപോയി. അവിടുത്തെ MLA-യുടെ പേരെന്ന് UDF-കാരനായ കോൺഗ്രസ്സുകാരനായ VD സതീശൻ എന്നാണ്. സ്വാഭാവികമായും നാട് മുഴുവനുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് ഈ സേവന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി. ഒരു VD സതീശൻ മാത്രമൊന്നുമല്ല കേട്ടോ. ഈ പിണറായി വിജയൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ഈ സമയത്ത് തുറന്നു വെച്ച ഈ ഷെൽട്ടറുകളുണ്ടല്ലോ ഇവർക്ക് വേണ്ടിയിട്ട്, അവിടേക്ക് ഇവരെ മാറ്റുന്നു. വെള്ളം ഇറങ്ങിയതിനു ശേഷം ഈ വീടുകളൊക്കെ നവീകരിക്കുന്നു. സർക്കാർ കുറേ പേരെയൊക്കെ ലിസ്റ്റ് ഉൾപ്പെടുത്തി, കുറേ വീടുകളൊക്കെ ഓഫറുകളൊക്കെ വന്നു. പക്ഷേ ഈ ടെന്റിൽ താമസിക്കുന്നവരുണ്ടായിരുന്നു, ചെറിയ കൂരകൾ കെട്ടി താമസിക്കുന്നവരുണ്ടായിരുന്നു. ഇവരൊന്നും സർക്കാർ ലിസ്റ്റിൽ പെട്ടില്ല. അവർക്കൊന്നും വീടുകളില്ലായിരുന്നു, നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷെ ഇവന്റെ കിടപ്പാടം പോയെന്നേ ആകെ ഉള്ളേ. സർക്കാർ കൊടുക്കാത്തവർക്കും അർഹരായവരെല്ലാം കണ്ടെത്തി അവിടുത്തെ MLA ഒരു പദ്ധതി രൂപീകരിച്ചു, പുനർജനി പദ്ധതി. മഴവെള്ളം കയറി, പ്രളയജലം കയറി നശിച്ച ഒരു നാടിനെ കൈപിടിച്ചുയർത്താൻ പറവൂരിന്റെ MLA ഒരു പദ്ധതി ഉണ്ടാക്കുന്നു, പുനർജനി പദ്ധതി. അയാൾക്കറിയാവുന്ന രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കൊണ്ടൊക്കെ പരമാവധി ആളുകൾക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് വേണ്ട വീടുകൾ, കച്ചവട സ്ഥാപനങ്ങളിൽ നഷ്ടം വന്ന സാധനങ്ങൾക്ക് പകരം പണം, കന്നുകാലികൾ ഒലിച്ചുപോയവർക്ക് കന്നുകാലികൾ, തയ്യൽ മെഷീൻ നശിച്ചവർക്ക് തയ്യൽ മെഷീൻ. അങ്ങനെ ഒരു നാടിനെ റീബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു MLA, കേവലം ഒരു MLA, പ്രതിപക്ഷ നേതാവൊന്നും അല്ല, കാണിച്ചു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ വി ശിവൻകുട്ടി ഇന്ന് പ്രസംഗിച്ച സ്ഥലമുണ്ടല്ലോ, എവിടെയാണെന്നറിയോ? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്താ. ആ വേദി എന്താണെന്നറിയോ? വേദി വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് ഒരു കുഞ്ഞിന്റെ കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്ത വേദി. അവിടെ ഒരു രാഷ്ട്രീയം പറയാൻ ഈ മന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? രാഷ്ട്രീയ പരാമർശം. ഒരു കുഞ്ഞു മരണപ്പെട്ട വീടാ. എങ്ങനെ മരണപ്പെട്ടു? വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥ. സ്കൂളിന്റെ തകരക്ഷീറ്റിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ
ലൈൻ കമ്പി വലിച്ചു കൊണ്ടുപോയി അവിടേക്ക് ഇതറിയാതെ കടന്നു ചെന്ന കുട്ടി അതിൽ തൊട്ട് ഷോക്കേറ്റ് മരിച്ചു. എന്ത് വിവാദമായ കേസാ. അതെ, അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഒരു വീട് വെച്ച് കൊടുത്താൽ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം പകരമാവുമോ? അതുപോലെ തന്നെ മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കളിൽ ഒരാൾക്ക് സ്കൂളിൽ ജോലി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോട്? അവിടെ മാനേജ്മെന്റിനോട് അത് പൊതുവേദിയിൽ ആവശ്യപ്പെടുകയൊന്നും വേണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിളിച്ചു പറഞ്ഞത് ചെയ്തു കൊടുത്തിട്ട് അത് പ്രസംഗിച്ചാ പോരെ. ഷോ, മുട്ടൻ ഷോ. ഒരു കുരുന്നിന്റെ ജീവൻ വിലയെടുത്തതിന് പകരം വെച്ചു കൊടുത്ത വീട്, ആ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ വന്ന് നിന്നുകൊണ്ട് അവിടം രാഷ്ട്രീയ പ്രസംഗവേദിയാക്കി മാറ്റുന്ന ഇയാളുടെയൊക്കെ മനസ്സ്. ഇയാൾ ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. വി ഡി സതീശനെ പറഞ്ഞു, വി ഡി സതീശൻ തിരിച്ചു പറഞ്ഞു, വീണ്ടും പറഞ്ഞു. അതവിടെ പൊക്കോട്ടെ. നിയമസഭയിലായിക്കോ രാഷ്ട്രീയ പ്രസംഗ വേദികളിലായിക്കോ. ഇത്തരം സന്ദർഭങ്ങളിൽ വേണോ ഇത്? അനാവശ്യ വിവാദങ്ങളിൽ ഉണ്ടാക്കാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി അവർക്ക് വീടിന്റെ താക്കോൽ കൈവരും. എത്രയും മനോഹരമായ ഒരു വാർത്തയാണ്. ആ വീടില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക്, അവരുടെ മകനെ നഷ്ടപ്പെട്ട വേദന കഴിയുന്ന അച്ഛനമ്മയ്ക്ക് ഒരു ചെറിയ സന്തോഷം ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആ സന്തോഷത്തിന്റെ സകല മഹിമയും കെടുത്തുന്ന പരാമർശമായി പോയില്ലേ അത്? ഇവിടെ ആരാ സഹായിക്കാത്തത്? ഇവിടുത്തെ CPM-കാരനും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ BJP-കാരനും ഒക്കെ ഈ നാടിൻ്റെ ഘട്ടകാലങ്ങളിൽ അവനാനാവുന്ന കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകുന്നവരാ. നിങ്ങൾക്ക് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഗതിമാറ്റി വിടാനും ഒരുപാട് വിഷയങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഏക ഒരു സാധനം ഇതാണ്. യൂത്ത് കോൺഗ്രസ്സുകാരൻ കൊടുത്ത വീടെവിടെ? കോൺഗ്രസ്സുകാരൻ കൊടുക്കാന്ന് പറഞ്ഞ വീടെവിടെ? വീട് അന്തരീക്ഷത്തിൽ പണിയാൻ പറ്റുമോ? വീട് അന്തരീക്ഷത്തിൽ പണിയാൻ പറ്റുമോ? വയനാടിൻ്റെ ഭൂഘടന എന്താ? അവിടെ വനഭൂമിയുണ്ട്. അവിടെ വസലം വാങ്ങി ഇത്രത്തോളം വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധോട്ട മേഖലയാണ്. വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെയൊക്കെ ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് കോൺഗ്രസ് സ്ഥലം വാങ്ങിയില്ലേ? നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയല്ലേ? ഇനി നിങ്ങളുടെ സർക്കാരുകൾ എത്ര വർഷമായി 700 കോടി പിരിച്ച് അക്കൗണ്ടിൽ ഇട്ടിട്ടല്ലേ? ഇതുവരെ ആരും കയറ്റി താമസിപ്പിച്ചില്ലല്ലോ. അവിടെ പണി നടക്കുന്നു. എന്തേ താമസിച്ചു? ജനം പണം കൊടുത്തില്ലേ? ഇനി എത്ര സംഘടനകൾ, എത്ര സ്ഥാപനങ്ങൾ ടൗൺഷിപ്പുകൾ ഓഫർ ചെയ്തു? അവരെ ആരെങ്കിലും വിളിച്ചിരുത്തി ഇത് ക്രോഡീകരിച്ച് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായോ? പത്തനാപുരത്ത്, എൻ്റെ നാട്ടിൽ പത്തനാപുരത്ത് ഒരു പാവം പിടിച്ചു 100 കട്ടിൽ ഓഫർ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടാവും. വാർത്തയിലൊക്കെ വന്നത്. അയാൾ കട്ടിൽ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉളുത്തുപോയെന്നാകട്ടെ. തെക്കുന്നടി ആയാലും നല്ല രീതിയിൽ പണിഞ്ഞതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ആ സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത്. ആ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് വി ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് പറയുന്നത്. അതെ, ശിവൻകുട്ടി പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത്രക്കാരുണ്ട് ഇവിടെ. അവരുടെ പേര് CPM-കാരനെന്നും DYFI-കാരനെന്നും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയൊന്നുമാണ്.